ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 4 ബെഡ്റൂമുള്ള ഒരു പുതിയ വീടാണ് നമ്മളിന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ചേളന്നൂർ AR എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വീടാണ്. 2000 സ്ക്വയർ ഫീറ്റിനടുത്ത് വലുപ്പം വരുന്ന 8 സെൻറ്റ് സ്ഥലത്ത് കിണർ, 4 ബെഡ്റൂം, ചുറ്റുമതിൽ, താർ റോഡ് ഫ്രണ്ടേജ് എന്നീ സൗകര്യത്തോടു കൂടി വരുന്ന ഒരു അടിപൊളി വീടാണ് നമ്മളിന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള താറിട്ട റോഡാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജിൽ വരുന്നത്. ഫ്രണ്ട് ഭാഗത്തിന് നമുക്ക് കിണർ കാണാൻ പറ്റുന്നുണ്ട്. വീടിൻ്റെ താഴത്തെ നില ഫുള്ളായിട്ട് മാർബിളാണ് ഇട്ടിട്ടുള്ളത്. വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പം തന്നെ നമുക്ക് വലത് ഭാഗത്ത് കാർ പാർക്കിംഗ് കാണാം, ഇടത് ഭാഗത്ത് കിണർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിണറിലെ വെള്ളം ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്, നല്ല ക്ലിയർ വെള്ളമാണ്. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ കിണർ കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് അത്യാവശ്യം നല്ല ഡിസൈനിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ഒരുപാട് മോഡേൺ ടൈപ്പുള്ള LED ലൈറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയിലാണ് ഈ രീതിയിൽ നിങ്ങൾ കാണുന്നത്. വീടിൻ്റെ വലതുവശത്തും ഫ്രണ്ട് വശത്തൊക്കെ മതിൽ കെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കാർ പോർച്ചാണ്. ഒരു ഫോർച്യൂണർ കാർ സുഖസുന്ദരമായിട്ട് നിർത്തിയിടാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഒരു 2 കാറ് വേണമെങ്കിൽ നമുക്ക് വീടിൻ്റെ മുൻവശത്ത് നിർത്തിയിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 8 സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ ധാരാളം സ്ഥല സൗകര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ വീടിൻ്റെ വലതുവശത്തൂടെ പിറകുവശത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വലതുവശത്ത് പിറകുവശത്ത് ഒരു സെപ്പറേഷൻ മാറി ഒരു മതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ഇവിടെ നല്ല സ്പേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീടിൻ്റെ പിറകുവശത്തുള്ള കാഴ്ചയാണ്. നല്ല ഫിനിഷ് ആയിട്ടുള്ള വർക്കാണ്. നല്ല അടിപൊളി മരത്തിൻ്റെ വാതിൽ പൊളികളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നത് വീടിൻ്റെ പിറകുവശമാണ്. പിറകുവശത്ത് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഇപ്പോൾ പിറകിലത്തെ മരമൊക്കെ സാധാരണ ആൾക്കാർ സിമെൻറ്റിൻ്റെയാണ് കൊടുക്കുന്നത്, പക്ഷേ ഇവിടെയൊക്കെ ഫുള്ള് മരം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പൈപ്പ്, ജനവാതിലിൻ്റെ കമ്പികൾ വരെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളതാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഇടതുവശത്തെ കാഴ്ചയാണ്. ഇടതുവശത്ത് ഇത്രയും സ്പേസ് മാത്രമാണ് ഉള്ളത്. വീടിൻ്റെ മുൻവശത്തും ഇടതുവശത്തും പിറകുവശത്തും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. മരത്തിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ജനവാതിൽ കണ്ണാടികളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം LED ലൈറ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്. അത് മോഡേൺ ടൈപ്പ് രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാർ പോർച്ചിൻ്റെ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഇതുപോലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് കാണാൻ പറ്റുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വർക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ വീടിൻ്റെ സിറ്റ് ഔട്ടാണ് കാണുന്നത്. സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള സിറ്റ് ഔട്ടാണ്. അതുപോലെ തന്നെ ഫുള്ള് മാർബിൾ കൊണ്ടാണ് ഈ സിറ്റ് ഔട്ടൊക്കെ ഫുള്ള് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ട് ഡോറാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല പ്ലാവിൻ്റെ ഡോറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള മരം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നീളമുള്ള വലുപ്പമുള്ള ഒരു ഹാളാണ് കാണാൻ പറ്റുന്നത്. ഫുള്ള് മാർബിളാണ്. അതുപോലെ തന്നെ ജനവാതിലുകളൊക്കെ നല്ല മരത്തിൻ്റെ ആണ്. നല്ല വില കൂടിയ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ക്വയർ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ആവശ്യമില്ല, കാരണം അത് ആ രീതിയിൽ തന്നെ ഇതിൻ്റെ മുകൾ വശത്ത് ഫുള്ള് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉൾവശം ഫുള്ള് മാർബിളാണ്. അത്യാവശ്യം നല്ല നീളവും വീതിയുമുള്ള ഒരു ഹാളാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് TV കൊടുക്കാനുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്.
നമ്മൾ കയറി വരുമ്പോഴുള്ള കാഴ്ചയാണ് കാണിക്കുന്നത്. ഇപ്പം മുൻവശത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മുൻവശത്ത് റോഡ് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല നീളവും വീതിയുമുള്ള ഒരു ഹാളാണ്. ഫുള്ള് മാർബിളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇടത് ഭാഗത്ത് ഒരു ചെറിയ സെപ്പറേറ്റ് ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് നമുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച കാണിച്ചാൽ കണ്ടോ, ഇത്രയും നീളവും വീതിയും ഉണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റും കൊടുത്തിട്ടുണ്ട് ഹാളിന്. ഈ വീടിൻ്റെ താഴത്ത് 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് ആണ്. ഇപ്പോൾ സ്റ്റെയർ കേസൊക്കെ ഫുള്ള് മാർബിളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് നിലത്ത് ഫുള്ള് മാർബിളാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ താഴത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നല്ല നീളവും വീതിയുമുള്ള വലുപ്പമുള്ള ബെഡ്റൂമാണ്. അതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം അത്യാവശ്യം നീളവും വീതിയും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും ഇതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ രീതിയിൽ തന്നെ ലൈറ്റ് സെറ്റപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടൈലാണ്. സ്വിച്ചൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ച് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നല്ല വലുപ്പമുള്ള വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഇനി ഇവിടെ ഇടതുവശത്ത് കിച്ചണും വലതുവശത്ത് താഴത്ത് 2ാമത്തെ ബെഡ്റൂമുമാണ് കാണാൻ പറ്റുന്നത്. ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല നീളവും വീതിയുമുള്ള ബാത്റൂം അറ്റാച്ചോട് കൂടി വരുന്ന ഒരു ബെഡ്റൂമാണ്. ഫുള്ള് മാർബിളാണ് താഴത്ത് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മരത്തിൻ്റെ നല്ല ജനവാതിലുകളും വാതിൽ പടികളുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഈ ബെഡ്റൂമിനും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബാത്റൂമാണ്. അതുപോലെ തന്നെ ടൈലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ താഴത്തെ 2ാമത്തെ ബെഡ്റൂമത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കിച്ചണാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കിച്ചണും മാർബിളാണ് നിലത്തിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നീളവും വീതിയുമുള്ള നല്ല വിശാലമായിട്ടുള്ള കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണും വർക്ക് ഏരിയ ഫുള്ള് മാർബിൾ കൊണ്ട് തന്നെയാണ് നിലം ഫ്ലോർ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പം വർക്ക് ഏരിയ ആണ് കാണാൻ വേണ്ടി പോകുന്നത്. വർക്ക് ഏരിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ ആണ്. ഇവിടെ നമുക്ക് പുകയില്ലാത്ത അടുപ്പ്, എല്ലാ സെറ്റപ്പുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാഷ് ബേസിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ താഴത്ത് ഇത്രയും സൗകര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ്, ഒരു വലിയൊരു ഹാള്, അതുപോലെ തന്നെ കിച്ചൺ, വർക്ക് ഏരിയ, ഇത്രയും കാര്യങ്ങളാണ് താഴെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മുകൾ വശത്തെ കാഴ്ചകൾ കാണാം.
ഇപ്പോൾ സ്റ്റെയർ കേസ് ഫുള്ള് ഇതുപോലെ മാർബിളിൻ്റെ സ്റ്റെയർ കേസ് തന്നെയാണ് സ്റ്റെപ്പ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മുകൾ വശത്ത് ഫുള്ള് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള വില കൂടിയ ടൈല് തന്നെയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വലിയൊരു ഹാളാണ് കാണാൻ പറ്റുന്നത്. കയറി വരുമ്പം തന്നെ ഇടത് ഭാഗത്ത് നമുക്ക് ബെഡ്റൂം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ സ്റ്റെയർ കേസിൻ്റെ കാഴ്ചയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ചെയർ കേസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ മുകൾ വശത്തെ ആള് വരെ ഫുള്ള് ലൈറ്റ് ഇതുപോലെ LED ലൈറ്റ് ഇൻബിൽഡ് ആയിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. മുകൾ വശത്തെ സ്വിച്ചും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മരങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മരം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ സിറ്റ് ഔട്ടാണ് നിങ്ങൾ കാണുന്നത്. നല്ല വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ഗ്ലാസിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ LED ബൾബ് ഡിസൈൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് കാഴ്ച കിട്ടുന്ന രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. കിണർ കാണാൻ പറ്റുന്നുണ്ട്. ഇനി മുകൾ വശത്ത് 2 ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. ടൈലാണ് ഇട്ടിട്ടുള്ളത്. നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഫുള്ള് മരത്തിൻ്റെ ജനവാതിലാണ്. ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മരമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മരം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും നല്ല വൃത്തിയിലാണ് ഈ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നല്ല നീളവും വീതിയുമുള്ള ബെഡ്റൂമാണ്. അതും ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നുണ്ട്. 4 ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത്. 4 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് വരുന്ന വീടാണ്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസ് ഭാഗം ഈ വീടിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തം 8 സെൻറ്റ് സ്ഥലം, കിണർ, താർ റോഡ് ഫ്രണ്ടേജിൽ, 4 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ്. താഴത്ത് ഫുള്ള് മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീട് വില ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില കുറച്ച് എനിക്ക് വാങ്ങിത്തരാൻ പറ്റുന്നതാണ്. താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വീടോ പറമ്പൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ ഫൈൻഡർ റിയൽ എസ്റ്റേറ്റിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഇവിടെ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ ഡീറ്റെയിൽ അയച്ചു തന്നിട്ട് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് നോക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മളെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.